ഹലോ വെൽക്കം ബാക്ക് ടു നിധീസ് വേൾഡ്. അപ്പോൾ നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് നാടൻ വറുത്തരച്ച കോഴിക്കറിയാണ്. അപ്പോൾ നമുക്കത് എങ്ങനെ ഉണ്ടാക്കുകയെന്ന് നോക്കുന്നതിന് മുമ്പ് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടെ ഒന്ന് പ്രസ് ചെയ്യാം. അപ്പോൾ നമുക്കിനി വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ 1 കിലോ ചിക്കനാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നല്ല കഴുകി വൃത്തിയാക്കി വെച്ച ചിക്കനിലോട്ട് നമ്മളിപ്പോൾ ആദ്യം 1 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടിയും പാകത്തിന് ഉപ്പും ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമ്മളത് മാറ്റി വയ്ക്കാൻ പോവുകയാണ്. ഞാനിപ്പോൾ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. നമ്മളിപ്പോൾ അതിലോട്ട് 4 ഏലക്ക, പട്ട, കരാമ്പൂ ഇതെല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് ചൂടായിട്ട് വരുമ്പോൾ നമ്മളിനി അതിലോട്ട് തേങ്ങ ആഡ് ചെയ്ത് കൊടുത്തിട്ട് തേങ്ങ നമ്മളൊന്ന് വറുത്തെടുക്കാൻ പോവുകയാണ്. നമ്മൾ തേങ്ങ വറുത്തരച്ച കോഴിക്കറിയാണ് നമ്മൾ വെക്കുന്നത്. അപ്പോൾ ആവശ്യത്തിന് തേങ്ങ ആഡ് ചെയ്ത് കൊടുക്കുന്ന തേങ്ങയുടെ കളറൊക്കെ ഒരു ബ്രൗൺ ഷെയ്ഡായി വരുന്നവരെ നന്നായിട്ട് ഇളക്കി കൊടുക്കണം. അപ്പോൾ അതാ കളറൊക്കെ മാറി തുടങ്ങിയിട്ടുണ്ട്, ബ്രൗൺ ഷെയ്ഡായി വരുന്നുണ്ട്. അപ്പോൾ ഈ ടൈമിൽ നമ്മൾ ഇനിയിപ്പോൾ അതിലോട്ട് ഒരല്പം വെളിച്ചെണ്ണ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. നമ്മളത് മുന്നേ എണ്ണയൊന്നും ആഡ് ചെയ്ത് കൊടുത്തിട്ടില്ല. ഇപ്പോഴാണ് കളറൊക്കെ ബ്രൗൺ ഷെയ്ഡായി വരുമ്പോഴാണ് നമ്മളതിലോട്ട് വെളിച്ചെണ്ണ ആഡ് ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ ഒരല്പം കറിവേപ്പില നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. നമ്മൾ ഈ തേങ്ങ വറക്കുമ്പോൾ ഈ കറുകപ്പട്ട, കരയാമ്പ് ഇതൊക്കെ ഇടുമ്പോൾ നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളത് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ നമ്മുടെ തേങ്ങ നല്ല പാകമായി വന്നിട്ടുണ്ട്. നമുക്കിനി അത് മാറ്റി വയ്ക്കാം. ഇപ്പോൾ തേങ്ങ മാറ്റി വെച്ച സെയിം പാൻ തന്നെ ഞാൻ വെച്ചിട്ടുണ്ട്. അതിൽ നമ്മൾ പൊടികളൊക്കെ ചൂടാക്കുകയാണ്. അപ്പോൾ ഞാനിപ്പോൾ 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. മല്ലിപ്പൊടി 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ആഡ് ചെയ്ത് കൊടുത്തു. ഇനി നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കാൻ പോകുന്നത് മഞ്ഞൾപ്പൊടിയാണ്. മഞ്ഞൾപ്പൊടി ഞാനിപ്പോൾ 1 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇനി എല്ലാം മിക്സ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കാം. ഈ ടൈമിൽ നമ്മൾ തീ നന്നായിട്ട് കുറച്ച് വെക്കണം, അല്ലെങ്കിൽ പെട്ടെന്ന് അത് പൊടികൾ കരിഞ്ഞു പോവും. നമ്മളിപ്പോൾ വേറെ പൊടികളൊന്നും ആഡ് ചെയ്ത് കൊടുത്തിട്ടില്ല. മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി മാത്രമേ ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ അതാ പൊടികളൊക്കെ ഒന്ന് ചൂടായി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കത് മാറ്റി വയ്ക്കാം. നമ്മളിപ്പോൾ ഇതാ വലിയൊരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. നല്ല ചൂടായിട്ടുണ്ട്. അതിലോട്ട് വെളിച്ചെണ്ണയാണ് ഇപ്പോൾ ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. വെളിച്ചെണ്ണയും കുറച്ചുകൂടി ടേസ്റ്റ് ഉണ്ടാവുക. നമ്മൾ വറുത്തരച്ച നാടൻ കോഴിക്കറിയാണ് വെക്കുന്നത്. അപ്പോൾ അത് എണ്ണ ചൂടായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഇനി നമുക്ക് അതിലോട്ട് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് പേസ്റ്റാണ് ഞാൻ ഇപ്പോൾ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഞാൻ 3 കൂടി പേസ്റ്റ് ചെയ്ത് വെച്ചതാണ്. അതിൻ്റെ പച്ചമുളകൊക്കെ മാറി വരുന്നവരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ അതാ നമ്മുടെ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് പേസ്റ്റ് നന്നായിട്ട് പാകമായി വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ടൈമിൽ നമുക്കിനി അതിലോട്ട് സവാള ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ 2 മീഡിയം സൈസ് സവാളയാണ് എടുത്തിട്ടുള്ളത്. നമ്മൾ ഒരുപാട് സവാള എടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ കറിക്ക് ഇത്തിരി മധുരപ്പ് ഉണ്ടാവും. അതുകൊണ്ട് ഞാൻ 2 മീഡിയം സൈസ് സവാള എടുത്തിട്ടുള്ളൂ. സവാള നന്നായിട്ട് വഴറ്റിയെടുക്കണം. നമുക്ക് പെട്ടെന്നൊന്ന് വഴറ്റിയെടുക്കാനായിട്ട് ഒരല്പം ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കത് നന്നായിട്ടൊന്ന് വഴണ്ട് വരുന്നവരെ വെയിറ്റ് ചെയ്യാം.
അപ്പോൾ സവാള നന്നായിട്ട് വഴണ്ട് വരുമ്പോഴേക്കും നമ്മൾ ആദ്യം വറുത്ത് വെച്ച തേങ്ങയും പൊടികളും എല്ലാം കൂടി നമുക്ക് മിക്സിയിലിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. തേങ്ങയും പൊടിയും ഒപ്പിട്ടിട്ട് തന്നെയാണ് നമ്മൾ അരച്ചെടുക്കുന്നത്. പാകത്തിന് വെള്ളം ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. അപ്പോഴേക്കും നമ്മുടെ സവാള നന്നായിട്ട് വഴണ്ടി വന്നിട്ടുണ്ട്, നല്ല പാകമായിട്ട് വന്നിട്ടുണ്ട്. നമ്മളിപ്പോൾ ഇനി അതിലോട്ട് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കാൻ പോകുന്നത് ഒരല്പം ഗരം മസാലയാണ്. ഞാനിപ്പോൾ ഇവിടെ ഒരു 1.5 ടേബിൾ സ്പൂൺ ഗരം മസാലയാണ് ഇപ്പോൾ ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കതിലോട്ട് തക്കാളി ആഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ ഒരു വലിയ തക്കാളിയാണ് എടുത്തിട്ടുള്ളത്. അത് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമ്മുടെ തക്കാളി നന്നായിട്ടൊന്ന് വഴറ്റി വരുന്നവരെ നമുക്ക് കുക്ക് ചെയ്യാനായിട്ട് വെക്കണം. അപ്പോൾ നമ്മുടെ തക്കാളി നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്, നല്ല പാകമായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ അതിലോട്ട് ആഡ് ചെയ്ത് വയ്ക്കുന്നത് നമ്മൾ നേരത്തെ അരച്ച് വെച്ച അരപ്പ് നമ്മൾ അതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാൻ പോവാണ്. തേങ്ങയും പൊടികളും കൂടി നമ്മൾ അരച്ച് വെച്ച് നമ്മളിപ്പോൾ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ആ ടൈമിൽ പാകത്തിന് വെള്ളം കൂടി ആഡ് ചെയ്ത് കൊടുക്കണം. ഒരുപാട് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കണ്ട, കാരണം നമ്മൾ ചിക്കൻ കുക്ക് ചെയ്ത് വരുമ്പോൾ ചിക്കനിലുള്ള വെള്ളവും പൊന്തി വരും. അപ്പോൾ പാകത്തിനുള്ള ഒരല്പം വെള്ളം ആഡ് ചെയ്ത് കൊടുത്താൽ മതി. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഒന്ന് ചൂടായിട്ട് വരുന്നവരെ വെയിറ്റ് ചെയ്യുക. അപ്പോൾ അരപ്പൊക്കെ ചൂടായി വന്നിട്ടുണ്ട്. നമുക്കിനി അതിലോട്ട് നമ്മൾ മാറ്റി വെച്ച ചിക്കൻ നമുക്ക് അതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. ചിക്കൻ ആഡ് ചെയ്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. അതിനുശേഷം മിക്സ് ചെയ്തതിന് ശേഷം ഒരു 20 മിനിറ്റ് അടച്ചു വെച്ച് കുക്ക് ചെയ്തെടുത്താൽ നമ്മുടെ വറുത്തരച്ച ചിക്കൻ കറി റെഡിയാവും. അപ്പോൾ നമ്മുടെ കറി റെഡിയായോ നോക്കാം. അതാ കറി നല്ല പാകമായി വന്നിട്ടുണ്ട്, എണ്ണയൊക്കെ തെളിഞ്ഞ് നിൽക്കുന്നത് കാണാം. അപ്പോൾ ഞാനിപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ അത് എടുക്കുകയാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ കുറുക്കിയെടുക്കാം, ഡ്രൈ ആക്കി എടുക്കാം, നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യാം. നമ്മൾ വറുത്തരച്ച കറി ഇത്തിരി ലൂസാക്കി എടുക്കുന്നതാവും ടേസ്റ്റ്. നമുക്ക് ഈ ടൈമിൽ അതിലോട്ട് അല്പം മല്ലിയിലയും കറിവേപ്പിലയും ആഡ് ചെയ്ത് കൊടുക്കണം. അത് രണ്ടും ആഡ് ചെയ്ത് കൊടുത്ത് ഒരു 2 മിനിറ്റ് തിളപ്പിച്ചെടുത്താൽ നമ്മുടെ കറി റെഡിയായി. അപ്പം നമ്മുടെ നാടൻ വറുത്തരച്ച കോഴിക്കറി റെഡിയായി. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. വളരെ ഈസി ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ്. അതുപോലെ തന്നെ നമുക്ക് പൊറോട്ട, പത്തിരി, ഇടിയപ്പം, ചോറ് എല്ലാത്തിൻ്റെയും കൂടി നല്ല ബെസ്റ്റ് കോമ്പിനേഷനാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കാനും മറക്കരുത്. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.